ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു ഇലച്ചെടീന്, ഇത് അഗ്ലോണിമ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഇലച്ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് അഗ്ലോണിമ. ഒരുപാട് വെറൈറ്റിയിലുണ്ട് കേട്ടോ അഗ്ലോണിമ ചെടികൾ. അഗ്ലോണിമ എന്ന് പേര് വന്നിട്ടുള്ളത് തന്നെ ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് അഗ്ലോണിമ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഓരോ വെറൈറ്റിക്കും ഓരോ പേരുണ്ട്. ഇത് അഗ്ലോണിമ സിൽവർ ഗ്രീൻ എന്ന് അറിയപ്പെടുന്ന ഒരു അഗ്ലോണിമ ചെടീനിത്. പച്ച കളറിൽ സിൽവർ ഷെയ്ഡായതുകൊണ്ടാണ് അതിനെ സിൽവർ ഗ്രീൻ എന്ന് പറയുന്നത്. ഇത് അതേപോലെ തന്നെ പിങ്ക് വെയിൻ്റെ അഗ്ലോണിമ എന്ന് പറയും. ഇതിൻ്റെ വെയിനൊക്കെ കണ്ട പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. നടുഭാഗത്ത് ഒരു പിങ്ക് ലൈൻ വന്ന് ബോർഡറൊക്കെ പിങ്ക് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇതിനെ പിങ്ക് വെയിൻ്റെ അഗ്ലോണിമ എന്ന് പറയും. ഇതിൻ്റെ വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റാണ്. ഈ അഗ്ലോണിമേനെ വിളിക്കുന്ന പേരാണ് ലിപ്സ്റ്റിക് റെഡ് എന്ന് പറയും. ഇതിൻ്റെ ഇലയുടെ സൈഡിലൊക്കെ കണ്ട റെഡ് ഷെയ്ഡായിട്ട് നടുവിൽ റെഡ് ലൈൻ കൊടുത്ത് നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമീനിത്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ലിപ്സ്റ്റിക് റെഡ് എന്ന്. ടെഡിയും ഡസയൊക്കെ തന്നെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് രണ്ടാളും. അവരെൻ്റെ പിന്നാലെ വരും. റെഡിൽ തന്നെ 2-3 വെറൈറ്റി ഉണ്ട് എൻ്റെ കയ്യിൽ. റെഡ് കളർ അഗ്ലോണിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, നല്ല ഭംഗിന് കാണാനായിട്ട്. അത് പച്ചയും റെഡും കൂടി നല്ല ബ്രൈറ്റായി നിൽക്കുമ്പോഴേ എടുത്ത് കാണിക്കും. ഇത് അടുത്തൊരു വെറൈറ്റിന് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലകൾ കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും. കണ്ട ഇതിൻ്റെ ഇല കണ്ടാൽ മനസ്സിലാവും. നല്ല വലിപ്പമുള്ള ഇലകളാണ് ഇതിന് വരുന്നത്. ഇതും റെഡിൽ വരുന്നത് ഇനി വേറൊരു വെറൈറ്റി ഗ്രീൻ കൂടുതലായിട്ട് വരുന്നത്. ഇത് അടുത്തൊരു വെറൈറ്റിന് റെഡിൽ വരുന്നത്. ഇത് വാലന്റൈൻ റെഡ് എന്ന് പറയും ഇതിനെ. ഈ അഗ്ലോണിമേനെ നമ്മൾ വിളിക്കുന്നത് വാലന്റൈൻ റെഡ് എന്നാണ്. ഇതിൽ ഒരുപാട് പൂക്കൾ വരും കേട്ടോ. കണ്ട ഈ പൂക്കൾ വരുമ്പോൾ നമ്മൾ ഇത് നുള്ളി കളയണം. നുള്ളി കളഞ്ഞില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പൂ അതുമ്പോൾ തന്നെ നിർത്തി കഴിഞ്ഞാൽ പുതിയ തൈകൾ മുളയ്ക്കാൻ കുറച്ച് സമയമെടുക്കും. പൂ വരുമ്പോൾ അത് നമ്മൾ നുള്ളി കളഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കടഭാഗത്തു നിന്ന് ഒരുപാട് തൈകൾ മുളപ്പിച്ചെടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതിൻ്റെ പുതിയ തൈകൾ ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. റെഡ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. കുറച്ച് കോസ്റ്റ്ലി ആണ് റെഡ് ടൈപ്പ് അഗ്ലോണിമ. അഗ്ലോണിമ ചെടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളം വളരെ കുറവ് മതി. വെള്ളം കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോണ ഒരു ചെടിയും കൂടിയാണ് അഗ്ലോണിമ. അതേപോലെ തന്നെ നമ്മൾ സെമി ഷെയ്ഡുള്ള ഭാഗത്ത് വേണം ഇത് വെക്കാനായിട്ട്. ഡയറക്റ്റ് വെയിലുള്ളിടത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ പൊള്ളിയ പോലെ അങ്ങോട്ട് വരും. വെയിലത്ത് നിന്നിട്ട് പഴുത്ത് പെട്ടെന്ന് ഇതിൻ്റെ ഇലകളെ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ട് പെട്ടെന്ന് നശിച്ചു പോവും ഈ അഗ്ലോണിമ ചെടികൾ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇത് വെക്കുമ്പോൾ ഒരു സെമി ഷെയ്ഡായിട്ടുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കുന്ന വെച്ചാൽ നല്ല ഭംഗിയിൽ ഇത് വളർത്തിയെടുക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 11 വെറൈറ്റി അഗ്ലോണിമ ഉണ്ട് കളക്ഷൻ. കുറേ വർഷമായിട്ടുള്ളതാണ്, പുതിയതായിട്ടൊന്നുമില്ല. അത് നമ്മൾ ഒരു സെമി ഷെയ്ഡായ ഭാഗത്ത് വെച്ച് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് നല്ല ഭംഗിയിൽ കേടാവാണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ വർഷങ്ങളായിട്ട് അതിൻ്റെ ഭംഗിയൊന്നും നഷ്ടപ്പെടാണ്ട് അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അഗ്ലോണിമേരെ ഏറ്റവും കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം തായ്ലാൻഡും ഇന്തോനേഷ്യയും. അവിടെ നിന്നാണ് നമുക്ക് പുതിയ പുതിയ വെറൈറ്റി നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അഗ്ലോണിമേരെ വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സെമി ഷെയ്ഡിൽ വളരുന്ന ഒരു ചെടിയായതുകൊണ്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ നല്ലൊരു ചെടീന് കേട്ടോ. നമുക്ക് സിറ്റിംഗ് റൂമിലും ഡൈനിങ് റൂമിലൊക്കെ അതേപോലെ ഓഫീസിലൊക്കെ നല്ല ഭംഗിയിൽ കോർണറിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഒരു ചെറിയൊരു ലൈറ്റിൽ നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റും കൂടിയിട്ടാണ് അഗ്ലോണിമ. സെമി ഷെയ്ഡിൽ ഇൻഡോർ പ്ലാന്റായി വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയും കൂടിയിട്ടാണ് കേട്ടോ അഗ്ലോണിമ. പിന്നെ ഇതിൻ്റെ പുതിയ തൈകൾ പിടിപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ്. കണ്ട ഇതിൻ്റെ കടഭാഗത്തുനിന്ന് ഒരുപാട് തൈകൾ പൊട്ടിമുളച്ച് വരും. ഇതേപോലെ വേരോട് കൂടിയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് അടർത്തിയെടുത്ത് കഴിഞ്ഞിട്ട് പുതിയ പുതിയ തൈകൾ നമുക്ക് ചട്ടിയിൽ പിടിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് അഗ്ലോണിമ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ കടഭാഗത്ത് ഒരുപാട് തൈകൾ കണ്ട പൊട്ടിമുളച്ച് വന്നിരിക്കുന്നു. എല്ലാതും നല്ല വേരുകളോട് കൂടിയിട്ടാണ് മുളച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പതുക്കെ നമ്മൾ അടർത്തി മാറ്റണം. വേരൊന്നും പൊട്ടാണ്ട്
അപ്പോൾ പതുക്കെ കൈ കൊണ്ട് തന്നെ നമുക്ക് അടർത്തി മാറ്റിയെടുക്കാൻ പറ്റും. കണ്ട, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഇതിനി നമ്മൾ ഒരു ചെറിയ ചട്ടിയിൽ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ അടർത്തിയെടുത്ത തൈകൾ ഇതേ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു പോട്ടിൽ നട്ടുപിടിപ്പിക്കുക. ഇതിപ്പോൾ നമ്മൾ വെറുതെ ഗാർഡൻ സോയിൽ മാത്രമാണ് കേട്ടോ, പറമ്പിലെ മണ്ണ് മാത്രം എടുത്തിട്ടുള്ളൂ, വേറെ ചാണകപ്പൊടിയോ വളം ഒന്നും മിക്സ് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ നട്ട് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഇതിൽ നന്നായി വേരോടി ചെടി പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വളം കൊടുത്താൽ മതി. നടുമ്പോൾ വളം ചേർക്കാണ്ട് സാധാരണ മണ്ണിൽ, പറമ്പിലെ മണ്ണിൽ നമ്മൾ നട്ട് കൊടുത്താൽ മതി. എല്ലാതും നമ്മൾ ഇതുപോലെ കൊച്ചു കൊച്ചു ചട്ടിയിൽ നട്ട് പിടിപ്പിക്കുക. കണ്ട, ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ തൈകൾ നട്ട് പിടിപ്പിക്കാൻ പറ്റും. അഗ്ലോണിമ ഇലച്ചെടി ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ചട്ടിയിൽ ഇത് പിടിപ്പിച്ചാലും നല്ല ഭംഗിനെ കാണാനായിട്ട്. ഇതിൻ്റെ ഭംഗി നഷ്ടപ്പെടുന്ന പ്രശ്നം വരുന്നില്ല. പൂക്കളാവുമ്പോൾ 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് ആ പൂ കൊഴിഞ്ഞു പോയാൽ പിന്നെ ആ ചെടി ഒരു ഭംഗി ഉണ്ടാവില്ല. ഇലച്ചെടികളെ പ്രത്യേകത അതാണ്. ഇലച്ചെടികൾ നമ്മൾ എപ്പോഴും ഒരേ ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് സെമി ഷെയ്ഡിൽ വെച്ച് അതിൻ്റെ കെയറിങ് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളൂ. അപ്പോൾ ഇത് അതിൻ്റെ ഭംഗി നഷ്ടപ്പെടാണ്ട് നമുക്ക് എപ്പോഴും ഇതുപോലെ നമ്മുടെ പൂന്തോട്ടത്തിൽ ഇലച്ചെടികൾ നമുക്ക് കാണാൻ പറ്റും. അഗ്ലോണിമ ചെടിയുടെ 2ാമത്തെ പ്രൊപ്പഗേഷനാണ് ഇത്. ഇതേപോലെ ചട്ടിയിൽ ഹൈറ്റായിട്ട് വരുന്ന ഇത് ചെടികൾ, കമ്പുകൾ നമ്മൾ ഇതേപോലെ ഒടിച്ചെടുത്ത് കഴിയുമ്പോൾ കണ്ട ഇങ്ങനെയാവും. അപ്പോൾ ഹൈറ്റിൽ വരുന്നത് നമ്മൾ ഒടിച്ചെടുത്ത് കഴിയുമ്പോൾ ആ ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന ചെടിയും കാണാൻ ഭംഗിയുണ്ടാവും. പിന്നെ ആ ഒടിച്ചെടുക്കുന്ന ചെടി നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. കണ്ട, ഇതേപോലെ നമ്മളത് മുറിച്ചെടുത്തു. ഇനി ഇതിൽ നിന്നും നമുക്ക് പുതിയ തൈകൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതെങ്ങനെ ഇന്ന് കാണിച്ചു തരാം. ഇതേപോലെ ഒരു 5 ഇഞ്ചൊക്കെ വലിപ്പത്തിൽ നമ്മൾ ഇത് നീളത്തിൽ പീസായി കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ മുറിച്ചെടുക്കണം. ഇങ്ങനെ മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ട ഇങ്ങനെ നീളത്തിൽ കിട്ടുന്ന പീസ് നമ്മൾ ചെടിച്ചട്ടിയിൽ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പുതിയ തൈകൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അതിൽ നിന്നിപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്ത 2 പീസാണ്. ഇതെങ്ങനെയാണ് നടണതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെയുള്ള മണ്ണിൽ നമ്മൾ നീളത്തിൽ നട്ട് കൊടുക്കണം. കണ്ട, ഇതിൻ്റെ 2 സൈഡിൽ ഫംഗിസൈഡ് വേണമെങ്കിൽ നമുക്ക് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ഇത് വെള്ളം തട്ടുമ്പോൾ ചീഞ്ഞ് പോവാണ്ടിരിക്കാനായിട്ട്. എന്നിട്ട് നീളത്തിൽ ഇതുപോലെ നമ്മൾ നട്ട് കൊടുക്കുക. അപ്പോൾ നീളത്തിൽ നട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ പുതിയ പുതിയ മുളകൾ വന്ന് പുതിയ തൈകൾ നമുക്ക് അഗ്ലോണിമ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ 2 തരത്തിലും ഇതിൻ്റെ തൈകൾ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ എളുപ്പമാണ്. ഇതുപോലെ നീളത്തിൽ നട്ടാലും പുതിയ തൈകൾ മുളച്ച് വരും. അല്ലെങ്കിൽ പിന്നെ കടയിൽ നിന്ന് മുളച്ച് വരുന്ന തൈകൾ നട്ടിട്ടായാലും പുതിയ തൈകൾ നമുക്ക് പിടിപ്പിച്ചെടുക്കാം. ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അഗ്ലോണിമയുടെ പ്രൊപ്പഗേഷനും കെയറിങ്ങും ഒക്കെ ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത്. അഗ്ലോണിമയുടെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ വളരെ കുറച്ചുള്ളൂ. ഒരു 10-11 വെറൈറ്റീന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അഗ്ലോണിമ ചെടികൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് കുറേ നാളുകളായിട്ട് എൻ്റെ കയ്യിലുള്ള ചെടികളാണിത്. ആ ചെടികളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായി ഇനിയും വരാം കേട്ടോ. എല്ലാവർക്കും ബൈ ബൈ.